ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നോക്കാം മൈ ബിസിനസ് ബോട്ടിന്റെ ചാറ്റ് ബോട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നതിനെ കുറിച്ച്. അതിനായിട്ട് നമുക്ക് ഇവിടെ ലഭിച്ച ലിങ്ക് ആദ്യം നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഞാനിതൊരു LIC ഏജന്റിന് വേണ്ടിയിട്ട് നിർമ്മിച്ചു കൊടുത്ത ചാറ്റ് ബോട്ടാണ്. നമുക്ക് ഈ ഒരു ചാറ്റ് ബോർഡിന്റെ ഉപയോഗം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോൾ ഒരു LIC ഏജന്റ് ഒക്കെ ആണെങ്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ്, അതായത് ഇപ്പൊ നമ്മൾ ഒരേ പോളിസിയെ കുറിച്ച് തന്നെ പലരും പല തവണയും നിങ്ങളോട് ചോദിച്ചെന്ന് വരാം. പക്ഷേ ഈ ഒരു ചാറ്റ് ബോട്ട് നമ്മൾ നിർമ്മിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു ലിങ്ക് അവർക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൽ തന്നെ നോക്കിയിട്ട് അവർക്ക് എത്ര തവണ വേണമെന്നുണ്ടെങ്കിലും ആ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ അവർക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അതിൽ നിന്ന് നിങ്ങൾക്ക് സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ ക്ലിയർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതായിരിക്കും. ആ രീതിയിൽ വേണം നിങ്ങൾ അതിലേക്ക് ക്വസ്റ്റ്യൻസും ആൻസറും ആഡ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് ഇതിന്റെ പ്രവർത്തനം എങ്ങനെയാണെന്നുള്ളത് ഒന്ന് ജസ്റ്റ് നോക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പേജ് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ലോഗോവും അതുപോലെ തന്നെ നിങ്ങളുടെ നെയിമും കാണിച്ചിട്ടാണ് വരുന്നത്. സ്റ്റാർട്ട് ചാറ്റ് ക്ലിക്ക് ചെയ്യാം. നമസ്കാരം, LIC ഏജന്റ് അജീത ചാറ്റ് ബോട്ടിലേക്ക് സ്വാഗതം. ദയവായി നിങ്ങളുടെ പേര് നൽകുക. അപ്പോൾ ഇതൊരു നിങ്ങളുടെ ഒരു കസ്റ്റമർ ആണ് യൂസ് ചെയ്യുന്നതെന്ന് കരുതിയാൽ മതി. അപ്പോൾ ഇവിടെ നമ്മുടെ കസ്റ്റമർ അവരുടെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നതാണ്. ഷാ, നിങ്ങളുടെ സ്ഥലം എവിടെയാണ്? കണ്ണൂർ. നിങ്ങളുടെ ഫോൺ നമ്പർ? ഇന്ന് ഞാൻ നിങ്ങളെ എങ്ങനെയാണ് സഹായിക്കേണ്ടത്? നിങ്ങൾക്ക് ഒരു ചോദ്യം ചോദിക്കുകയോ താഴെ നിന്ന് ഒരു വിഷയം തിരഞ്ഞെടുക്കുകയോ ചെയ്യാം. ഇതിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ ഇതിലേക്ക് ആരൊക്കെയാണോ വരുന്നത് അവരുടെ ഡീറ്റെയിൽസ് ഫസ്റ്റ് കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ചാറ്റ് ബോട്ടിന് ഒരു അഡ്മിൻ പാനൽ കൂടി ലഭ്യമായിരിക്കും. ആ ഒരു അഡ്മിൻ പാനൽ ത്രൂ നിങ്ങൾക്ക് ആരൊക്കെയാണ് ഇതിൽ വിസിറ്റ് ചെയ്തത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. കൂടുതലായിട്ട് കസ്റ്റമേഴ്സ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസും ആൻസറുമാണ് നമ്മൾ ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് LIC പോളിസിയുടെ കുറെ കാര്യങ്ങളാണ് ഇതിൽ ഓൾറെഡി കൊടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. ചാറ്റ് ബോട്ട് തന്ന ഈ ഒരു ഓപ്ഷനിൽ നിന്ന് കസ്റ്റമർ അവർക്ക് എന്താണോ അറിയാൻ ആഗ്രഹമുള്ളത് അതിലേക്ക് ക്ലിക്ക് ചെയ്യുന്നതായിരിക്കും. നമുക്കിപ്പോൾ തൽക്കാലം ഒരു കസ്റ്റമർ ഷെയർ മാർക്കറ്റ് ബേസ്ഡ് പ്ലാനിനെ കുറിച്ചാണ് അറിയാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ആ ഒരു കസ്റ്റമർ എന്ത് വേണം, ഷെയർ മാർക്കറ്റ് ബേസ്ഡ് പ്ലാനിലേക്ക് ക്ലിക്ക് ചെയ്യും. അപ്പം നമ്മൾ നേരത്തെ കൊടുത്തിരിക്കുന്ന ഒരു പ്ലാൻ എന്താണെന്ന് വെച്ചാൽ LIC നിവേഷ് പ്ലസിനെ പറ്റിയിട്ടാണ് നമ്മൾ അതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു ഓപ്ഷൻ ആയിരിക്കും കസ്റ്റമർക്ക് വിസിബിൾ ആയിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു കസ്റ്റമർ LIC നിവേഷ് പ്ലസിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്ലാന്റെ ഡീറ്റെയിൽ ഇന്ത്യയിലെ സ്റ്റോക്ക് മാർക്കറ്റ് ഗ്രോത്തിൽ നിന്ന് ഉയർന്ന ലാഭം നേടാനും അതോടൊപ്പം ലൈഫ് ഇൻഷുറൻസ് സുരക്ഷ ലഭിക്കാനും സഹായിക്കുന്ന യൂണിറ്റ് ലിങ്ക്ഡ് ULIP ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ആണ്. ഒരു തവണ മാത്രം വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് പ്രീമിയം അടച്ച് 5 വർഷം ലോക്ക് ഇൻ കാലയളവോടെ ഇൻവെസ്റ്റ് ചെയ്യാം. മാസത്തിൽ വർഷത്തിൽ പണമടക്കേണ്ടതില്ല. നിക്ഷേപം ഇന്ത്യൻ ഗ്രോത്ത് ഫണ്ടിലാണ്. ഇതിന്റെ ചരിത്രപരമായ വരുമാന നിരക്ക് 15.75% CAGR ആയതാണ് വലിയ ആകർഷണം. മാർക്കറ്റ് ലിങ്ക്ഡ് റിട്ടേൺ ലഭിക്കുന്നതിനാൽ ഉയർന്ന വളർച്ചയുടെ സാധ്യതയും അതോടൊപ്പം ലൈഫ് കവർ സുരക്ഷയും ഒരുമിച്ച് ലഭിക്കുന്നതാണ് ഈ പ്ലാനിന്റെ പ്രധാന ഗുണം. കൂടുതൽ അറിയാനോ അപേക്ഷിക്കാനോ താഴെയുള്ള ബട്ടൺ അമർത്തുക. ഓക്കെ, അതിനുശേഷം നമ്മൾക്ക് ഒരു പ്ലാൻ പറഞ്ഞു തന്നതിന് ശേഷം അതിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ലേൺ മോർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ അതിൽ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ പറയുമ്പോൾ തന്നെ ലാസ്റ്റ് പറയുന്നുണ്ട്, അപേക്ഷിക്കാനോ കൂടുതൽ അറിയാനോ അപേക്ഷിക്കാനോ താഴെയുള്ള ബട്ടൺ അമർത്തുക എന്നതിനെ കുറിച്ച്. ഇപ്പോൾ ഒരു ക്ലയന്റിന് അത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അവർ ലേൺ മോർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങളുടെ വാട്സപ്പിലേക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് വരുന്നതായിരിക്കും. ഐ ആം ഇൻട്രസ്റ്റഡ് ഇൻ LIC നിവേഷ് പ്ലസ് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് അവരുടെ നമ്പറും ഡീറ്റെയിൽസും ഒക്കെ ഇപ്പോൾ കിട്ടിയ സ്ഥിതിക്ക് നിങ്ങൾക്ക് അവരെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് നിങ്ങൾക്ക് ആ പോളിസി ക്ലോസ് ചെയ്യാനുള്ള ഓപ്ഷൻ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ആ ഒരു പ്ലാനിന്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഇതിൽ വേറൊരു ഓപ്ഷൻ ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോയിന്റ്മെന്റ് ബുക്കിംഗ് ആണ്. അപ്പോൾ നിങ്ങൾക്കൊരു ക്ലയന്റ് അവർക്കൊരു അപ്പോയിന്റ്മെന്റ് നിങ്ങളിലേക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ചാറ്റ് ബോട്ട് മുഖേന അപ്പോയിന്റ്മെന്റ് എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ അവർ അപ്പോയിന്റ്മെന്റ് ബുക്കിംഗ് എന്ന് പറയുന്ന ആ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഓപ്ഷൻസ് അവർക്ക് ലഭിക്കും. ക്ലിക്ക് ഹിയർ ടു ബുക്ക് അപ്പോയിന്റ്മെന്റ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാലണ്ടറാണ് ഓപ്പൺ ആയി വരിക. അപ്പോൾ നിങ്ങൾക്ക് ഈ മാസമോ അല്ലെങ്കിൽ അടുത്ത മാസമോ ഏതെങ്കിലും ഒരു ഡേറ്റിന് നിങ്ങളിലേക്ക് അപ്പോയിന്റ്മെന്റ് എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അതിനവർ ചൂസ് ചെയ്തത് ഒരു 4th ഡേറ്റ് ചൂസ് ചെയ്തു. അപ്പോൾ ഏത് ടൈമിനാണ് അവർക്ക് നിങ്ങളെ വിസിറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് അതും അവർ സെലക്ട് ചെയ്ത് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ
ഇങ്ങനെ ഒരു പേജാണ് വരിക. നമ്മൾ ഓൾറെഡി ഓൺബോർഡിങ് ചെയ്തതുകൊണ്ട് ഈ ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ആയിട്ടുണ്ട്. പിന്നെ അഡീഷണൽ ഇൻഫർമേഷൻ, എന്തിനു വേണ്ടിയിട്ടാണ് അവർ നിങ്ങളെ കാണാൻ വരുന്നതിൻ്റെ ഡീറ്റെയിൽസ് അവരിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് അവർ കൺഫേം ബുക്കിംഗ് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലൊരു സക്സസ്ഫുൾ ആയിട്ട് അവർക്ക് ഒരു മെസ്സേജ് വരുന്നതായിരിക്കും. അതിൽ അവരുടെ ടോക്കൺ നമ്പറും ഏത് ടൈമിനാണ് അവർ നിങ്ങളിലേക്ക് അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്ത് അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽസ് ഇവിടെ വരുന്നതായിരിക്കും. നിങ്ങളുടെ അഡ്മിൻ പാനലിൽ ആ ഒരു ഡീറ്റെയിൽസ് ഒക്കെ വന്നിട്ടുണ്ടാവും ഈ ഒരു ക്ലയൻറ്റിനെ കുറിച്ചിട്ടുള്ളത്. പിന്നീട് നിങ്ങൾക്ക് അവരെ വിളിച്ചിട്ട് ആ സെയിൽ ക്ലോസ് ചെയ്യാനുള്ള എളുപ്പമാർഗ്ഗമാണിത്. ക്ലോസ് കൊടുത്ത് Appointment booked successfully. ഈ ഒരു രീതിയിലാണ് ഈ ചാറ്റ് ബോട്ടിന്റെ പ്രവർത്തനം നടക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനൊരു അഡ്മിൻ പാനൽ ഉണ്ട്. ആ ഒരു അഡ്മിൻ പാനലിനെ കുറിച്ച് കൂടുതലായിട്ടൊന്ന് നോക്കാം. നമുക്ക് ഈ ചാറ്റ് ബോട്ടിന്റെ അഡ്മിൻ പാനൽ എങ്ങനെ വർക്ക് ചെയ്യും എന്നതിനെ കുറിച്ച് നോക്കാം. ഈ ഒരു അഡ്മിൻ പാനൽ ഉപയോഗിച്ചുകൊണ്ടാണ് നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസ്, അതായത് ചാറ്റ് ബോട്ടിൽ ആവശ്യമായിട്ടുള്ള ക്വസ്റ്റ്യനും ആൻസറും ഒക്കെ ആഡ് ചെയ്യുന്നത്, അതുപോലെ ഡിലീറ്റും എഡിറ്റും ഒക്കെ ചെയ്യുന്നത് ഈ ഒരു അഡ്മിൻ പാനൽ ത്രൂ ആണ്. പിന്നെ ഒരുപാട് ഫീച്ചേഴ്സ് ഈ ഒരു അഡ്മിൻ പാനലുണ്ട്. അതൊക്കെ എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. സൈൻ ഇൻ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങളുടെ യൂസർ നെയിമോ പാസ്വേഡോ 3 തവണ റോങ് ആയിട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോക്ക് ആവുന്നതായിരിക്കും. പിന്നീട് അത് ഓപ്പൺ ആക്കാൻ ഒരു 2 hours എങ്കിലും എടുക്കും. അതുകൊണ്ട് യൂസറിനും പാസ്വേഡും എപ്പോഴും എൻ്റർ ചെയ്യുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലൊരു ഡാഷ്ബോർഡാണ് നിങ്ങൾക്ക് ലഭിക്കുക. ടോട്ടൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഇതിൽ നമ്മൾ ഓൾറെഡി എത്ര ക്വസ്റ്റ്യൻ ആഡ് ചെയ്തു എന്നതിനെ കുറിച്ചാണ്. പിന്നെ ആക്റ്റീവ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമുക്ക് എത്ര ആക്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ട് എന്നാണ്. ഇപ്പോൾ ചില പ്ലാനുകൾ നമുക്ക് ചില മാസങ്ങളിൽ അല്ലെങ്കിൽ ഇത്ര കാലയളവിൽ മാത്രമേ ഉണ്ടാവും. അപ്പോൾ നമുക്കത് വേണമെന്നുണ്ടെങ്കിൽ ആക്റ്റീവും ഇനാക്റ്റീവ് ആക്കിയിട്ടും വെക്കാൻ സാധിക്കുന്നതായിരിക്കും. പിന്നെയുള്ളത് ടോട്ടൽ ചാറ്റ്സ് ആണ്. ഇതിൽ എത്ര പേര് വന്ന് ചാറ്റ് ചെയ്തു എന്നതിൻ്റെ വിവരമാണ് അതുള്ളത്. പിന്നെയുള്ളത് അപ്പോയിൻമെന്റ്സ്, നമ്മൾ എത്ര അപ്പോയിൻമെന്റ് ഇതിലെടുത്തു, നമുക്ക് എത്ര അപ്പോയിൻമെന്റ് കിട്ടി എന്നതിനെ കുറിച്ചാണ് ഇവിടെ കാണിക്കുന്നത്. അതുപോലെ യൂണിക് യൂസേഴ്സ് ആണ്. യൂണിക് യൂസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോണിൽ നിന്ന് തന്നെ 3-4 തവണ ചാറ്റ് ബോട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു യൂസറായിട്ടാണ് സിസ്റ്റം കണക്കാക്കുക. അതിനുശേഷം നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ഗ്രാഫാണ്. ആ ഗ്രാഫിൽ ഓരോ ദിവസത്തിലും എത്ര കസ്റ്റമർ ഇതിൽ വന്നിട്ട് ചാറ്റ് ചെയ്തു എന്നതിനെ കുറിച്ചുള്ള ഗ്രാഫാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പിന്നെയുള്ളത് സ്റ്റോറേജ് യൂസേജ് ആണ്. ഇതാണ് നമുക്ക് ഫസ്റ്റ് ഡാഷ്ബോർഡിൽ കാണാൻ സാധിക്കുക അഡ്മിൻ പാനൽ ലോഗിൻ ചെയ്തതിന് ശേഷം. പിന്നെ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. പിന്നെ നമുക്ക് നോളജ് ബേസ് ഉണ്ട്, അപ്പോയിൻമെന്റ്സ് ഉണ്ട്, ചാറ്റ് ലോഗ്സ് ഉണ്ട്, കാറ്റഗറീസ്, ബ്രാൻഡിങ്, സെറ്റിംഗ്സ്, ബാനർ മാനേജ്മെന്റ്, ഇങ്ങനെയൊക്കെയാണ് ഇതിലുള്ള അഡ്മിൻ പാനലിലുള്ള കാര്യങ്ങളുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം എങ്ങനെ ക്വസ്റ്റ്യൻ ആഡ് ചെയ്യാം എന്നതിനെ കുറിച്ച് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം കാറ്റഗറീസിൽ പോയിട്ട് ഓരോ കാറ്റഗറിയും ആദ്യം ക്രിയേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ കാറ്റഗറീസിൽ ആദ്യം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഓൾറെഡി കാണാം, നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ച കാറ്റഗറീസ് ആണ് ഇതൊക്കെ. അപ്പോൾ ഇത് ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചതാണ്. ഇനി നമുക്ക് പുതുതായിട്ട് എന്തെങ്കിലും കാറ്റഗറി വന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അത് ആഡ് ന്യൂ കാറ്റഗറിയിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ പുതിയ കാറ്റഗറി എന്താണോ നമുക്ക് ആഡ് ചെയ്യാനുള്ളത് അത് ഇവിടെ ടൈപ്പ് ചെയ്തതിനു ശേഷം സേവ് കാറ്റഗറി കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ അത് വരുന്നതായിരിക്കും. ഈ ഒരു കാറ്റഗറിയിൽ അറേഞ്ച് ചെയ്ത രീതിയിൽ തന്നെയാണ് നമ്മുടെ ചാറ്റ് ബോർഡിലും ഓരോ കാറ്റഗറിയും കാണിക്കുക. ഇപ്പം ഇനിയിപ്പം നമുക്ക് നോക്കാം, ഹെൽത്ത് ആൻഡ് ക്രിട്ടിക്കൽ ഇൽനെസ് കുറച്ചുകൂടി മുകളിലോട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ഈ ഒരു 3 ഡോട്ടിൽ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് നമുക്ക് അതിനെ ഡ്രാഗ് ചെയ്തിട്ട് മുകളിലോട്ട് ആക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഹെൽത്ത് ആൻഡ് ക്രിട്ടിക്കൽ ഇൽനെസ് പ്ലാൻ ഇപ്പോൾ മുകളിലോട്ട് വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ അപ്പോയിൻമെന്റ് ഫസ്റ്റ് വരണമെന്നുണ്ടെങ്കിൽ അപ്പോയിൻമെന്റിൽ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ ഡ്രാഗ് ചെയ്തിട്ട് ടോപ്പിലേക്ക് കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ അപ്പോയിൻമെന്റ് ബുക്കിംഗ് ടോപ്പിലേക്ക് വരുന്നതായിരിക്കും. ആ ഒരു രീതിയിലായിരിക്കും ചാറ്റ് ബോട്ടിലും അപ്പോയിൻമെന്റ് ബുക്കിംഗ് കാണിക്കുക. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ചാറ്റ് ബോട്ടിൽ എങ്ങനെ കാറ്റഗറീസ് കാണിക്കണം എന്നത് അറേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. കാറ്റഗറീസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോളജ് ബേസിൽ പോയിട്ടാണ് നമ്മൾ ഓരോ ക്വസ്റ്റ്യനും ആൻസറും ഒക്കെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിനായിട്ട് നോളജ് ബേസിലേക്ക് ഒന്ന് പോകാം. നോളജ് ബേസിൽ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസും ഇവിടെ ഓൾറെഡി ഞാൻ ആഡ് ചെയ്ത എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. നിങ്ങളത് റൈറ്റിലേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓപ്ഷൻ കിട്ടുന്നതായിരിക്കും. അതിൽ എഡിറ്റ്, ആ ഒരു പെന്നിന്റെ അടയാളത്തിലുള്ളതാണ് എഡിറ്റ്. പിന്നെ നമുക്ക് ആ ക്വസ്റ്റ്യൻ ആവശ്യമില്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. നമുക്കിത് ഒന്ന് എഡിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് നേരത്തെ ആഡ് ചെയ്ത ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ അല്ലെങ്കിൽ പുതിയൊരു പിക്ചറൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എഡിറ്റ് ബട്ടൺ ഉപയോഗിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് അതിനെ അബൌട്ട് അസിൽ നിന്ന് വേറെ ഏതെങ്കിലും കാറ്റഗറിയിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിലും നമുക്ക് എഡിറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് മാറ്റാവുന്നതാണ്. അപ്പോൾ ഇത് കാറ്റഗറിയിൽ പെടുന്നത് അബൌട്ട് അസിലാണ്. പിന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ ആക്റ്റീവ് ആണ്. ഓക്കെ, ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനാക്റ്റീവ് ആക്കി വെക്കാനും സാധിക്കും. അതിനുശേഷം നമ്മൾ ഇവിടെയാണ് ക്വസ്റ്റ്യൻ ആഡ് ചെയ്യുന്നത്.
പിന്നെ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ആൻസർ ആഡ് ചെയ്യുന്ന ഏരിയ ആണ്. പിന്നെ നമുക്ക് അപ്ലൈ നൗ എന്ന് പറയുന്ന ബട്ടൺ ഉണ്ട്. അതായത് നമ്മളൊരു ക്വസ്റ്റ്യൻ നേരത്തെ ചാറ്റ് ബോർഡിൽ നിങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടാവും. ചാറ്റ് കഴിഞ്ഞതിന് ശേഷം അപ്ലൈ നൗ എന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കാണുന്ന ഏത് ബട്ടൺ വേണമെങ്കിലും അവിടെ കൊടുക്കാൻ സാധിക്കുന്നതായിരിക്കും. ഡീഫോൾട്ടായിട്ട് എപ്പോഴും വാട്സപ്പ് ആണ് ഉണ്ടാവുക. ബുക്ക് എ കോൾ എന്ന് വേണമെന്നുണ്ടെങ്കിൽ ബുക്ക് എ കോൾ കൊടുത്തതിന് ശേഷം നമ്മുടെ ഫോൺ നമ്പറാണ് എൻ്റർ ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ ബട്ടൺ ലിങ്കിൽ ഫോൺ നമ്പർ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവർ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിലേക്ക് കോൾ വരുന്ന രീതിയിലേക്ക് ഇതിനെ മാറ്റാൻ സാധിക്കും. പിന്നെ നമുക്ക് ഈ ഒരു പ്ലാനിനെ കുറിച്ചൊക്കെ പ്രൈസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിവിടെ പ്രൈസും കാര്യങ്ങളൊക്കെ എമൗണ്ട് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഈ ഒരു പ്ലാനിനെ കുറിച്ച് യൂട്യൂബ് ലിങ്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇവിടെ ആ യൂട്യൂബ് ലിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ അതും ചാറ്റ് ബോട്ടിൽ വരുന്നതായിരിക്കും. പിന്നെയുള്ളത് നമുക്കൊരു ഫോട്ടോസ് ഇവിടെ വേണമെങ്കിൽ അറ്റാച്ച് ചെയ്യാം. അതാണ് ഈ ഒരു ഏരിയയിൽ വരുന്നത്. എന്നിട്ട് നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ക്വസ്റ്റ്യൻ അവിടെ ആഡ് ആവുന്നതാണ്. അതേ ഫംഗ്ഷൻ തന്നെയാണ് ആഡ് ന്യൂവിൽ വരുന്നത്. ഇവിടെയാണ് നമ്മൾ പുതിയ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യുന്നത്. ഇതൊരു ബ്ലാങ്ക് ആയിട്ടുള്ള പേജ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ ഇവിടെ പോയി കാറ്റഗറി സെലക്ട് ചെയ്യുക. അതിന് ശേഷം ആക്റ്റീവ് ഓൾറെഡി ഡിഫോൾട്ട് ആയിട്ടുണ്ടാവും. പിന്നെ നിങ്ങൾ ഈ ലൈഫ് ഇൻഷുറൻസിൻ്റെ അണ്ടറിൽ ക്വസ്റ്റ്യൻസും ആൻസറൊക്കെ ആഡ് ചെയ്ത് അതിന് ഏതാണോ ബട്ടൺ കൊടുക്കേണ്ടത് അതും ഫിക്സ് ചെയ്ത് ബട്ടണിനെ എങ്ങോട്ടേക്കെങ്കിലും ഡൈവേർഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു ലിങ്കും ഇവിടെ കൊടുത്തതിന് ശേഷം പ്രൈസ് ഉണ്ടെങ്കിൽ പ്രൈസ് സെറ്റ് ചെയ്ത് യൂട്യൂബ് ലിങ്ക് ഉണ്ടെങ്കിൽ യൂട്യൂബ് ലിങ്കും സെറ്റ് ചെയ്ത് ഒരു ഫോട്ടോ അറ്റാച്ച് ചെയ്തതിന് ശേഷം സേവ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ക്വസ്റ്റ്യനും ആൻസറും കൂടി ചാറ്റ് ബോർഡിൽ കാണിക്കുന്നതായിരിക്കും. അതാണ് നമ്മുടെ നോളജ് ബേസിൽ ഉള്ളത്. പിന്നെ അതുപോലെ നിങ്ങൾക്ക് ഓൾറെഡി ആഡ് ചെയ്ത എല്ലാ ക്വസ്റ്റ്യൻസും ഡൗൺലോഡ് CSV കൊടുത്തു കഴിഞ്ഞാൽ ഒരു എക്സൽ ഫോർമാറ്റിൽ നിങ്ങളുടെ ഫോണിലേക്ക് അത് ഡൗൺലോഡ് ചെയ്ത് തരുന്നതായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നോളജ് ബേസിൽ ഉള്ളത്. അടുത്തതായി നമുക്ക് അപ്പോയിൻമെന്റ്സ് നോക്കാം. അപ്പോയിൻമെന്റ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എത്ര പേര് ഇതിൽ അപ്പോയിൻമെന്റ് എടുത്തു എന്നതിനെ കുറിച്ച് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇനിയിപ്പോൾ ഓൾറെഡി എടുത്തു കഴിഞ്ഞ അപ്പോയിൻമെന്റ് ആണെങ്കിൽ നമുക്കത് വേണമെങ്കിൽ ഈ ഒരു ഡിലീറ്റ് ബട്ടൺ ഉപയോഗിച്ച് അതിനെ ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ ഒരു അപ്പോയിൻമെന്റ് ഡിലീറ്റ് ആവും. ഇതിലെല്ലാ ഡീറ്റെയിൽസും നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ടോക്കൺ നമ്പർ ഉണ്ടാവും, പേരെന്താണ്, ഫോൺ നമ്പർ, എവിടെ നിന്നാണ് അപ്പോയിൻമെന്റ് ബുക്ക് ചെയ്ത്, എന്തിൻ്റെ ആവശ്യത്തിനാണ് അപ്പോയിൻമെന്റ് ബുക്ക് ചെയ്തതൊക്കെ ഈ ഒരു അഡ്മിൻ പാനൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി അതല്ല എങ്കിൽ നിങ്ങൾക്ക് സെൻഡ് ടു വാട്സപ്പിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു അപ്പോയിൻമെന്റിന്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് നിങ്ങളുടെ വാട്സപ്പിലേക്ക് മൂവ് ചെയ്യിക്കാൻ സാധിക്കുന്നതായിരിക്കും. പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ ടൈം സ്ലോട്ടാണ്. നമുക്ക് ഇപ്പോൾ ഒരു ടൈം സ്ലോട്ട് ഇവിടെ ആഡ് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് നാളെ അല്ലെങ്കിൽ ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് 10:30 അപ്പോയിൻമെന്റ് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് 10:30 ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും അത് ആഡ് ചെയ്യാവുന്നതാണ്. അത് വീണ്ടും ആഡ് ആയിട്ടുണ്ട്, 10:30 ആഡ് ആയിട്ടുണ്ട്. ആ രീതിയിലാണ് നമുക്ക് അപ്പോയിൻമെന്റ് ടൈം സ്ലോട്ടിൽ നമ്മുടെ അപ്പോയിൻമെന്റ് ടൈം അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ അപ്പോയിൻമെന്റ്സിലുള്ളത്. അടുത്തതായി നമുക്ക് നോക്കാം ചാറ്റ് ലോഗ്സ്. ഈ ചാറ്റ് ലോഗ്സിലാണ് നമ്മുടെ ചാറ്റ് ബോർഡിൽ കയറി ചാറ്റ് ചെയ്തവരുടെ ഡീറ്റെയിൽസും അവർ എന്തിനെ കുറിച്ചൊക്കെയാണ് ചാറ്റ് ചെയ്തതെന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇതിലാണ് ലഭിക്കുക. നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങളാണ് അവർ ചാറ്റ് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു ചാറ്റ് ഇനി വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ഡിലീറ്റ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ കസ്റ്റമറിനെ കോൺടാക്ട് ചെയ്തു, സെയിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ആ ചാറ്റിന്റെ ആവശ്യമുണ്ട് ഇല്ല എന്ന് തോന്നുകയാണ്. നിങ്ങൾക്ക് ഡിലീറ്റ് ബട്ടൺ ഉപയോഗിച്ചിട്ട് അത് ഡിലീറ്റ് ചെയ്യാം. ഇനി അതല്ല എങ്കിൽ നിങ്ങൾക്ക് എക്സ്പോർട്ട് ടു CSV കൊടുത്തിട്ട് നിങ്ങൾക്ക് ആ ഒരു CSV ഫയലായിട്ട് നിങ്ങൾക്ക് അത് സേവ് ചെയ്തിട്ട് നിങ്ങളുടെ സിസ്റ്റത്തിൽ വെക്കാൻ സാധിക്കും, അല്ലെങ്കിൽ മൊബൈലിൽ വെക്കാൻ സാധിക്കും. ഇനി അതെല്ലാം നിങ്ങൾക്ക് ഇനിയിപ്പം ഇന്നലെ മൊത്തം എത്ര പേര് ചാറ്റ് ബോട്ട് യൂസ് ചെയ്തു, എന്തൊക്കെയാണ് ചാറ്റ് ചെയ്തത് എന്നതിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് അത് എത്ര പേര് വന്നു എന്നതിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് എക്സ്പോർട്ട് ടു വാട്സപ്പിലേക്ക് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരൊക്കെ ചാറ്റ് ചെയ്തു അവരുടെ ഡീറ്റെയിൽസ് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇത്രയും പേരാണ് ചാറ്റ് ചെയ്തിരിക്കുന്നത്, അവരുടെ ഡീറ്റെയിൽസ് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് വാട്സപ്പിലേക്ക് ആ ഒരു ബട്ടൺ ഉപയോഗിച്ച് സെൻഡ് ചെയ്യാവുന്നതാണ്. അതിൽ കാണിക്കുന്നത് പേര്, ഫോൺ നമ്പർ, എവിടെ നിന്നാണ് ചാറ്റ്, ഏതാണ് സ്ഥലം, പിന്നെ ഏത് ടൈമിലാണ് ചാറ്റ് ചെയ്തതെന്നുള്ളത്. ഇതിൽ ചാറ്റ് ഹിസ്റ്ററി ഉണ്ടാവില്ല. ചാറ്റ് ഹിസ്റ്ററി നമ്മൾ അഡ്മിൻ പാനലിൽ നിന്ന് തന്നെ കളക്ട് ചെയ്യേണ്ടതാണ്. അത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാറ്റ് ലോഗിൽ ലഭ്യമാകുന്നത്. ഇനി നമുക്ക് നോക്കാം കാറ്റഗറീസ്. നമ്മൾ ഓൾറെഡി നോക്കിയതാണ്.
പിന്നെ നമുക്ക് നോക്കാം ബ്രാൻഡിങ്ങിലാണ് നമുക്ക് നമ്മുടെ ഈ ഒരു ചാറ്റ് ബോർഡിന്റെ പേര് ഇവിടെയാണ് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നത്. ഇത് നമുക്ക് വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാം, പുതിയ നെയിം വേണമെങ്കിൽ കൊടുക്കാം, അങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കും. പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഒരു ചാറ്റ് ബോട്ടിന് ഏത് ലാംഗ്വേജിലാണ് പ്രവർത്തിക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ്. നമ്മളിവിടെ മലയാളമാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇംഗ്ലീഷ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ടിങ്ങിലും എല്ലാ കാര്യങ്ങളും ഇംഗ്ലീഷിലാണ് അത് പിന്നെ സംസാരിക്കുക. നമ്മൾ മലയാളത്തിൽ കണ്ടന്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് വായിക്കും മലയാളത്തിലായിരിക്കും, ഇംഗ്ലീഷിൽ കണ്ടന്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഇംഗ്ലീഷിൽ വായിക്കും. മറിച്ച് നമ്മുടെ ചാറ്റ് ബോട്ടിന്റെ ഓൺ ബോർഡിംഗ് ടൈമിലുള്ള നിങ്ങളുടെ പേരെന്താണെന്ന് ചോദിക്കുന്നതിന് പകരം അത് ഇംഗ്ലീഷിലേക്ക് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 2 ഓപ്ഷൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി അതല്ല, സ്കിപ്പ് ഓൺ ബോർഡിംഗ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഫസ്റ്റ് ചോദിക്കുന്ന ഫോൺ നമ്പറും പ്ലേസും നെയിമൊക്കെ കളക്ട് ചെയ്യുന്നത് സ്കിപ്പ് ചെയ്തിട്ട് ഡയറക്റ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു കസ്റ്റമറിന് അതിൽ കയറിയിട്ട് ഡീറ്റെയിൽസ് എടുക്കാവുന്നതാണ്. ആ രീതിയിൽ വേണമെങ്കിലും സെറ്റ് ചെയ്യാൻ പറ്റും. അതിന് ഈ ഒരു ടിക്ക് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാലാണ് ആ ഒരു ഓപ്ഷൻ ആക്റ്റീവ് ആവുക. അതിനുശേഷം നമുക്ക് നമ്മുടെ ഈ ഒരു ചാറ്റ് ബോർഡിന്റെ ലോഗോ ഇവിടുന്ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. പിന്നീട് നമുക്ക് ഏത് വാട്സപ്പ് നമ്പറിലാണ് ഡീറ്റെയിൽസ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വാട്സപ്പ് നമ്പർ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് കസ്റ്റമർ നിങ്ങളെ കോൺടാക്ട് ചെയ്യുമ്പോഴൊക്കെ, ചാറ്റ് ബോർഡ് ത്രൂ കോൺടാക്ട് ചെയ്യുമ്പോഴൊക്കെ ഈ ഒരു വാട്സപ്പ് നമ്പറിലേക്കാണ്, ഇപ്പം നോ മോറോ ഏത് ബട്ടൺ ഉപയോഗിക്കുമ്പോഴും ഈ ഒരു നമ്പറിലേക്കാണ് ആ ഒരു ചാറ്റ് ഡൈവേർട്ട് ആവുക. പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഒരു ചാറ്റ് ബോർഡിന് പല ടൈപ്പ് ഓഫ് തീംസ് ആണുള്ളത്. ഇപ്പം നമ്മളിപ്പം നേരത്തെ കണ്ടിരിക്കുന്നത് വാട്സപ്പ് തീമാണ്. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ റോയൽ ഗോൾഡ് തീമിലേക്ക് കൊടുത്ത് പിന്നെ നമുക്ക് സേവ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ആ ചാറ്റ് ബോർഡ് കാണാൻ സാധിക്കുന്നത് വേറൊരു തീമിലേക്കായിരിക്കും. നമ്മൾ നേരത്തെ തീം ചേഞ്ച് ചെയ്തതുകൊണ്ട് പുതിയ തീമാണ് ഇത്. റോയൽ ഗോൾഡ് എന്ന് പറയുന്ന ഒരു തീമാണ്. അപ്പോൾ നേരത്തെ കണ്ടതിനേക്കാളും വ്യത്യസ്തമായിട്ടാണ് ഈ ഒരു തീമിൽ നമുക്ക് ഡീറ്റെയിൽസ് കാണിക്കുക. നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചാറ്റിൽ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ, നമസ്കാരം, LIC ഏജന്റ് അജീത ചാറ്റ് ബോട്ടിലേക്ക് സ്വാഗതം. ദയവായി നിങ്ങളുടെ പേര് നൽകുക. അങ്ങനെ ചാറ്റ് ബോർഡിന്റെ സ്റ്റൈലും പിന്നെ അതുപോലെ തന്നെ അതിന്റെ ലോഗോവും അതിന്റെ കണ്ടന്റ് എന്തിലാണ് കാണിക്കേണ്ടത് അതിനൊക്കെയുള്ള ഡീറ്റെയിൽസ് ആണ് നമുക്ക് ഈ ബ്രാൻഡിങ്ങിൽ കൊടുക്കാൻ സാധിക്കുന്നതും എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതും. പിന്നെ നമുക്ക് സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് തന്ന യൂസർ നെയിമും പാസ്വേഡൊക്കെ മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് അത് മാറ്റാൻ പറ്റും. അപ്ഡേറ്റ് പാസ്വേഡ് കൊടുക്കാം. പിന്നെ ഈ ചാറ്റ് ബോട്ടിന്റെ URL നമുക്ക് ഇവിടുന്ന് കോപ്പി ചെയ്തിട്ട് എവിടെ വേണമെങ്കിലും നമുക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു QR കോഡാണ്. ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഈ ഒരു QR കോഡ് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൽ സ്കാൻ ചെയ്യുന്നവർക്ക് നിങ്ങളുടെ ചാറ്റ് ബോട്ടിലേക്ക് ഡയറക്റ്റ് ആക്സസ് ലഭിക്കുന്നതായിരിക്കും. ഇതൊക്കെയാണ് നമുക്ക് സെറ്റിംഗ്സിൽ കാണാൻ സാധിക്കുന്നത്. പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ബാനർ മാനേജ്മെന്റ് ആണ്. ബാനർ മാനേജ്മെന്റ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പുതിയ ഓഫേഴ്സ് ഒക്കെ റൺ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ടോപ്പിൽ കൊടുക്കാൻ സാധിക്കും. ഓക്കെ, നമ്മളിങ്ങനെ ഒരു ബാനർ സെറ്റ് ചെയ്യാണ്. എന്നിട്ട് ഏത് ദിവസം മുതൽ ഏത് ദിവസം വരെയാണ് ഓഫർ റൺ ചെയ്യുന്നത് അതിനെ കുറിച്ചിട്ട് നമുക്ക് ഇവിടെ ആ ഒരു ഡേറ്റ് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം സേവ് ബാനർ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ചാറ്റ് ബോട്ടിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്കൊരു ബാനർ പ്രത്യക്ഷപ്പെടുന്നതായിരിക്കും. അത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു അഡ്മിൻ പാനൽ കാണാൻ സാധിക്കുന്നത്. പിന്നെ നമുക്ക് ഫംഗ്ഷനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോഗ് ഔട്ട് ചെയ്യാം. നമ്മുടെ ചാറ്റ് ബോർഡ് സംസാരിക്കണ്ട എന്നുള്ള ഒരു ഓപ്ഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്പീക്കറിന്റെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അത് ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങളെ ചാറ്റ് ബോർഡ് സംസാരിക്കില്ല, ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക മാത്രമാണ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ അഡ്മിൻ പാനലിൽ ലഭ്യമാകുന്നത്. ഈ ഒരു ചാറ്റ് ബോട്ടിന്റെ അഡ്മിൻ പാനലിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്.